ഹരിനാമ കീർത്തനത്തിലെ ഏതാനും ശ്ലോകങ്ങളും അർത്ഥവും നമുക്ക് കേൾക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ഓംകാരത്തിൻ്റെ പൊരുളായ പരബ്രഹ്മം തന്നെ മൂന്നായി വേർപെട്ട് അഹങ്കാരങ്ങളായി ആവിർഭവിച്ചു. ആ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഓങ്കാരമായ പൊരുൾ തന്നെ സാക്ഷിയായി വിളങ്ങി. ഈ വസ്തുസ്ഥിതി പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് സഹായിയായി ഭവിച്ച പരമഗുരുവായി വിളങ്ങുന്ന ഹരിരൂപനായ നാരായണന് നമസ്കാരം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമഃ. ഒന്നു മാത്രമായി രണ്ടില്ലാതെ വിളങ്ങുന്ന അങ്ങയെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായതോടെ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ ആശ്ചര്യം. എനിക്ക് പലതായി തോന്നുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി അനുഭവിക്കുവാൻ അങ്ങയുടെ കാരുണ്യവർഷം എന്നിൽ ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാകണേ. അല്ലയോ പാപഹാരിയായ നാരായണ, അങ്ങയ്ക്ക് നമസ്കാരം. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ളവനും ഏതു പാപവും ഹരിക്കുന്നവനും ഗോപികമാരെ രമിപ്പിച്ചവനുമായ അല്ലയോ ഉണ്ണിക്കണ്ണ, ഞാൻ ഞാൻ എന്ന അഹങ്കാരഭാവം ഈ ലോകത്തിൽ തോന്നാൻ ഇടയാകാതെ അനുഗ്രഹിക്കണമേ. ഇനി ഞാൻ എന്ന ഭാവം തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെ എന്ന അനുഭവം വന്നുചേരാൻ ഇടയാക്കണേ. ഏതു വരവും തരാൻ കരുത്തുള്ള ഭഗവാൻ നാരായണനായ അങ്ങയ്ക്ക് നമസ്കാരം. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്ത് ഹരിനാരായണായ നമഃ. സൂര്യൻ, അഗ്നി മുതലായ വെളിച്ചമെല്ലാം കണ്ടറിയുന്നത് കണ്ണ് എന്ന ഇന്ദ്രിയമാണ്. കണ്ണ് എന്ന ഇന്ദ്രിയത്തെ കണ്ടറിയുന്ന കാഴ്ചക്കാരൻ മനസ്സാണ്. മനസ്സിനെ കണ്ടനുഭവിക്കുന്ന വെളിച്ചമോ ഞാൻ തന്നെയാണ്. ഈ തീരുമാനം വരുന്നതോടെ ഉണ്ടാകുന്ന ആനന്ദത്തിന് അളവില്ല. കളങ്കഹാരിയായ നാരായണ, അങ്ങയ്ക്ക് നമസ്കാരം.
ഹരിനാമകീർത്തനമിതുര ചെയ്വതിന് ഗുരുവരുളാല ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുമുര ചെയ്വതിന്നരുൾക നാരായണായ നമഃ. ഈ ഭഗവത് നാമകീർത്തനം രചിക്കുന്നതിന് അഥവാ തുടർന്നുച്ചരിക്കുന്നതിന് ഗുരുകാരുണ്യത്തിലൂടെ ദേവകളും ബ്രാഹ്മണരും കാരുണ്യം വർഷിക്കുമാറാകണം. ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയ നിലയ്ക്ക് മരണം വരെ ഭഗവത് നാമം ഉച്ചരിച്ച് കഴിഞ്ഞുകൂടാൻ കരുണ കാണിക്കണേ. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തിവർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. മായാമറ നീങ്ങാത്തിടത്തോളം മാതൃഗർഭത്തിൽ കുറേ കാലം കഴിച്ചു കൂട്ടിയിട്ട് ഭൂമിയിൽ വെള്ളത്തിലെ കുമിള പോലെ പിറന്നും ചത്തും സംസാരഗതി തുടരണം. മരണവേളയിൽ മോക്ഷം ലഭിക്കുന്നതേയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതിനായി സദാ അങ്ങയെ പ്രണമിക്കാൻ ഇടവരട്ടെ. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. തത്വത്തിനുള്ളിലുദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്കൊരുപദേശം തരും ജനനമറ്റിടുമെന്നവന് നാരായണായ നമഃ. മായാനിർമ്മിതങ്ങളായ ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ട് എന്നാൽ ഒരു കേടും കൂടാതെ നിത്യമുക്തമായി വിലസുന്ന ബോധവസ്തു സാക്ഷാത്കരിച്ചറിയാനായി ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ആശ്രയിക്കുന്നവന് മോക്ഷം കിട്ടാൻ ഉചിതമായ തത്വോപദേശം ഗുരു നൽകും. അപ്പോൾ തന്നെ അയാൾക്ക് ജനന മരണരഹിതമായ സത്യമാണ് താൻ എന്ന് തെളിയും. നാരായണനായിക്കൊണ്ട് നമസ്കാരം. മത്പ്രാണനും പരനുമൊന്നെന്നുറപ്പവന് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. എന്നിലുള്ള ജീവാത്മാവും പ്രപഞ്ചത്തിന് ആശ്രയമായ പരമാത്മാവും ഒന്നുതന്നെ എന്നനുഭവിക്കാൻ കഴിവുള്ള ജ്ഞാനിക്ക് തൻ്റെ പ്രാണനും ശരീരവും കുടുംബവും സ്വത്തും എല്ലാം നശ്വരമാണെന്നറിയാൻ ഇടവരുന്നു. സ്വപ്നം, ഭ്രമം, രോഗം മുതലായ അവസ്ഥകളിൽ പലതിൻ്റെ കാഴ്ച കാണാനിട വന്നാൽ ഉറക്കമുണരുകയും ഭ്രമം മാറുകയും രോഗം ഭേദമാവുകയും ചെയ്യുമ്പോൾ എങ്ങനെ കാര്യം വ്യക്തമാകുന്നുവോ ജ്ഞാനിയുടെ സ്ഥിതിയും അതുപോലെയാണെന്ന് അറിയേണ്ടതാണ്. ഈ വന്ന മോഹമകലെ പോവതിന് പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളിൽ ഉലകിൽ ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമഃ. മായാമോഹത്തിൽ പെട്ടുപോയ ജീവാത്മാവിന്
കൃഷ്ണ, ഹരേ, ഗോവിന്ദ, രാമ എന്നിങ്ങനെയുള്ള ദിവ്യനാമങ്ങൾ സദാ സ്മരിക്കുകയും കീർത്തിക്കുകയുമല്ലാതെ വേറെ എന്താണ് ഗതിയുള്ളത്? ഇടയ്ക്കു കയറി വന്ന ദ്വൈതഭ്രമം മാറിക്കിട്ടാൻ ഈ ലോകത്തിൽ ഇതുപോലുള്ള മറ്റൊരു ഉപദേശവും ഇല്ല തന്നെ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളൊരു കാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാര് തിരുനാമങ്ങളന്നവന് നല്ലുഗതിക്ക് വഴി. നാരായണായ നമഃ. ചിത്തത്തിൽ ശക്തിയേറിയ മതം, മാത്സര്യം തുടങ്ങിയ ആസുരവാസനകൾ ഉള്ള സമയമാണെങ്കിൽ പോലും മനസ്സിൽ സദാ ഈശ്വരനാമം ആര് ജപിക്കുന്നുവോ ആ ഭക്തന് മുക്തിക്ക് നല്ല വഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. നാരായണന് നമസ്കാരം. ഋതുവായ പെണ്ണിനുമിരപ്പനും ദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനമിതൊരു നാളുമാർക്കും ഉടനരുതാത്തതല്ല. ഹരിനാരായണായ നമഃ. മാസമുറ ആചരിച്ച് പുറത്തുമാറിയ സ്ത്രീക്കും തെണ്ടി നടക്കുന്നവനും ചുടുകാട്ടിൽ ശവം ദഹിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവനും സദാചാരഭ്രഷ്ട മൂലം പതിച്ചു പോയവനും യാഗാദി കർമ്മങ്ങൾ ചെയ്ത് ആഢ്യനായി കഴിയുന്ന ബ്രാഹ്മണനും എന്ന് വേണ്ട ആർക്കും ഒരിക്കലും ഈ ഭഗവൻ നാമ സങ്കീർത്തനം നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഹരിനാരായണന് നമസ്കാരം. ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ട് പരമേകാന്തമെന്ന വഴി പോകും നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ. ഹരിനാരായണായ നമഃ. സർവത്ര സത്യത്തെ മാത്രം ദർശിക്കുന്ന മഹായോഗികളുടെ അനുഭവത്തിൽ അതിയായ അഭിലാഷമുള്ളതുകൊണ്ട് എൻ്റെ മനസ്സും അങ്ങേയറ്റത്തെ ഏകസത്യത്തെ തന്നെ ദർശിക്കുകയെന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ കൊതിക്കുന്നു. അരയന്നങ്ങൾ പറന്നുപോയ മാർഗത്തിലൂടെ തുടർന്ന് ഒരു കാക്ക പറന്നു കടക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഹരിനാരായണന് നമസ്കാരം. ഓതുന്നു ഗീതകളിതെല്ലാം അതെന്ന പൊരുൾ ഏതെന്നു കാൺമതിന് പോരാ മനോബലവും. ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു. ഹരിനാരായണായ നമഃ. ഉപനിഷത് സാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികൾ ഈ തത്വഭേദങ്ങളെല്ലാം ആ പരമാത്മാവു തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം യുക്തിയുക്തം പ്രതിപാദിക്കുന്നു. എന്നാൽ ആ സത്യം ഏതെന്ന് വിചാരം ചെയ്ത് അനുഭവിക്കുന്നതിന് മനസ്സിന് കഴിവുമില്ല. എന്തായാലും ഹേ ഭഗവൻ, അങ്ങയുടെ വാത്സല്യം കുറച്ചു സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി. ഹരിനാരായണായ നമഃ.
ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന തേജോമയമായ തീക്കട്ട പോലെ ഈ ലോകത്ത് സർവത്ര വ്യാപിച്ച് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വര മഹത്വം ആർക്കും പൂർണ്ണമായി കണ്ടെത്താൻ സാധ്യമല്ല. സത്യം കണ്ടതായി പ്രഖ്യാപിക്കുന്ന തപസ്വികളാകട്ടെ അതാത് കാലത്ത് അവരവർക്ക് വെളിപ്പെട്ടിടത്തോളം സത്യസ്വരൂപത്തെ പാടിപ്പുകഴ്ത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിനാരായണന് നമസ്കാരം. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തൗ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമഃ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധരൂപമായി വർത്തിക്കുന്ന ഈശ്വരൻ്റെ സ്വരൂപത്തിൽ നിന്നും വിട്ടുപോകാതെ സദാ സർവത്ര നിറഞ്ഞു നിന്നുകൊണ്ട് ചരടിൽ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ കൂർത്തിണക്കിയിരിക്കുന്നത് പോലെ എന്തെല്ലാമാണ് ഈ ലോകത്ത് ഉണ്ടായി കാണപ്പെടുന്നത്. നാരായണന് നമസ്കാരം. ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന് മഹാമോഹം നിമിത്തം ഇത് പോകും പ്രകാരമത് ചേതസ്സിലാക മമ നാരായണായ നമഃ. ഞാൻ വേറെയാണെന്നും ഈശ്വരൻ വേറെയാണെന്നുമുള്ള ഭേദബുദ്ധി വർദ്ധിച്ചതോടെ ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്തു വേറെ, കാണപ്പെടുന്ന ഓരോന്നും വേറെ വേറെ എന്നിങ്ങനെയുള്ള ഭാവനകൾ അനേകം തോന്നിയതിനു കാരണം അജ്ഞാനം മാത്രമാണ്. ഈ അജ്ഞാനം നീങ്ങാനുള്ള ഉപായം എൻ്റെ ഉള്ളിൽ തെളിയാനിടവരണം. നാരായണന് നമസ്കാരം. തത്വാർത്ഥമിത്തമഖിലത്തിന്നുമുണ്ടുബത ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമഃ. ഇങ്ങനെ ചിന്തിച്ചാൽ കാണപ്പെടുന്ന സകലതിലും വസ്തുസത്തയായി ജഗദീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നു കാണാം. എന്നാലും സൂക്ഷിച്ചാൽ ശബ്ദങ്ങൾക്കുള്ളിൽ ബോധവസ്തു പ്രകടമായി വിളങ്ങുന്നുണ്ടെന്നറിയാൻ കഴിയും. അതുകൊണ്ട് വ്യക്തമായ വസ്തു സാന്നിധ്യമുള്ള ശബ്ദം തന്നെയാണ് മോക്ഷത്തിന് ഹേതുവെന്ന് ഭഗവത് വചനങ്ങളായ വേദങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനം ഇതതിനായി വരേണമിഹ കലിയായ കാലം ഇതിലതുകൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. സ്വജീവിതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും അന്യരുടെ ഗുണദോഷങ്ങളും ചർച്ച ചെയ്ത് പകൽ സമയം അധികവും ചെലവഴിക്കുന്ന നാവ് ഈ ലോകത്ത് ഭഗവാന്റെ തിരുനാമം നിരന്തരം കീർത്തിക്കാനുള്ള ഉപകരണമായി ഭവിക്കണം. പാപത്തിന് ശക്തി കൂടിയ ഈ കലിയുഗത്തിൽ അങ്ങനെയായാൽ ഭഗവത് പ്രാപ്തി എളുപ്പമാണെന്ന്
മഹാത്മാക്കൾ പറഞ്ഞു കേൾക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൊക്കെ ഇത് അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കൊല മമ ച നാരായണായ നമഃ. ബന്ധുക്കൾ, പണം, വീട്, പുത്രൻ, ഭാര്യ, ഭർത്താവ് എന്ന് തുടങ്ങിയ ലോകവിഷയങ്ങളിൽ ഞാൻ എൻ്റേത് എന്നിങ്ങനെ മമതാബദ്ധനായി തീരുന്നവന് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സാന്നിധ്യം കുരുടനു കാണിക്കുന്ന കണ്ണാടിയിലെ പ്രതിബിംബം അവനു കണ്ടറിയാൻ കഴിയാതിരിക്കുന്നതുപോലെ ഒരിക്കലും അനുഭവിക്കാൻ കഴിയുകയില്ല. എനിക്ക് അതുപോലൊരവസ്ഥ വരാനിടയാകരുത്. നാരായണന് നമസ്കാരം. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഈ ലോകത്ത് എന്തൊക്കെ കാണപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ പ്രതിരൂപമാണ്. എന്തൊക്കെ കേൾക്കപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ നാമകീർത്തനങ്ങൾ. എന്തൊക്കെ ചെയ്യപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ പൂജകൾ. എന്തിനേറെ ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാരായണമയം. ഹരിനാരായണന് നമസ്കാരം. അദ്വൈത അഭ്യാസം കൊണ്ടേ പൂർണ്ണമായും ആത്മാവ് തെളിഞ്ഞു കിട്ടൂ. ഭക്തിയുടെ പരമാചാര്യനായ നാരദൻ ഭാഗവതം 7-ാം സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് ധർമ്മപുത്രരോട് 3 വിധം അദ്വൈതം പരിശീലിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം. ഇവയാണ് 3 വിധം അദ്വൈതങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ കാരണം അഖണ്ഡബോധസ്വരൂപനായ പരമാത്മാവാണല്ലോ. കാരണത്തിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ അതിൽ നിന്നും ഭിന്നങ്ങളാകാൻ പറ്റുകയില്ല. സ്വർണത്തിൽ രൂപം കൊള്ളുന്ന ആഭരണങ്ങൾ സ്വർണം തന്നെയാണല്ലോ. കാരണത്തിലില്ലാത്ത കാര്യം ഒരിക്കലും ഒരിടത്തും സംഭവിക്കുന്നില്ല. അപ്പോൾ സ്വർണത്തിലും ആഭരണത്തിലും വസ്തു സ്വർണം തന്നെയാണ്. അതുപോലെ പ്രപഞ്ചകാരണമായ പരമാത്മാവിലും കാര്യമായ പ്രപഞ്ചത്തിലും വസ്തു പരമാത്മാവ് തന്നെ. കാര്യകാരണങ്ങളിലെ വസ്തുഐക്യം വിചാരം ചെയ്തറിഞ്ഞ് കാണപ്പെടുന്ന സകലതിലും പരമാത്മാവിനെ കാണാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാണ് ഭാവാദ്വൈതം. ഇവിടെയും പരമാത്മാവിനെ ദർശിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ ക്രിയകളും ആ പരമാത്മാവിൻ്റെ അർച്ചനയെന്നു കരുതി അവിടെ സമർപ്പിക്കുന്നതാണ് ക്രിയാദ്വൈതം. സ്വന്തം സ്വാർത്ഥകാമങ്ങൾ പോലെയാണ് മറ്റുള്ളവരുടെയും സ്വാർത്ഥകാമങ്ങളെന്ന് കണ്ട് ലോകവ്യവഹാരത്തിൽ മനസ്സിനെ ആത്മതുല്യത്വം പഠിപ്പിക്കുന്നതാണ് ദ്രവ്യാദ്വൈതം. സ്വന്തം സ്വാർത്ഥകാമങ്ങൾ പോലെയാണ് മറ്റുള്ളവരുടെയും സ്വാർത്ഥകാമങ്ങളെന്ന് കണ്ട് ലോകവ്യവഹാരത്തിൽ മനസ്സിനെ ആത്മതുല്യത്വം പഠിപ്പിക്കുന്നതാണ് ദ്രവ്യാദ്വൈതം. ഈ വിധമുള്ള ത്രിവിധ അദ്വൈത പരിശീലനം ചിത്തത്തെ അതിവേഗം ശുദ്ധീകരിച്ച് സർവം ബ്രഹ്മമയം എന്ന അദ്വൈത സാക്ഷാത്കാരത്തിൽ സാധകനെ കൊണ്ടെത്തിക്കും. അദ്വൈതാഭ്യാസ വിധമാണ് ആചാര്യൻ പ്രസ്തുത ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ.
ലക്ഷം പ്രകാരമുടു സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണം ഈ രണ്ടു ശക്തികളതിങ്കേന്നുദിച്ചു ഹരിനാരായണായ നമഃ. എണ്ണമറ്റ നാമരൂപങ്ങളോടുകൂടി സൃഷ്ടി നടത്താനും സൃഷ്ടിച്ചതിനെ രക്ഷിപ്പതിനും കുറേ കാലം നിലനിർത്താനും അത് രക്ഷിച്ചതിനെ ഇവിടെ തന്നിലേക്ക് ശിക്ഷിപ്പതിനും സംഹരിക്കാനും നാരായണനായ പരമാത്മാവിൽ നിന്ന് വിക്ഷേപം ആവരണം എന്നും ഈ രണ്ടു ശക്തികൾ, രണ്ട് ശക്തിഭേദങ്ങൾ ആവിർഭവിച്ചു. നാരായണന് നമസ്കാരം. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിത് തത്രാപി നിത്യവും ഒരിക്കാലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമഃ. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിത് തത്രാപി നിത്യവും ഒരിക്കലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമഃ. ലോകം മുഴുവൻ ഭജിക്കുന്ന അല്ലയോ ഭഗവാൻ, എൻ്റെ ഹൃദയപദ്മം കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 ആത്മശത്രുക്കൾക്ക് കൂത്തരങ്ങാക്കി തീർക്കരുത്. ഭഗവാൻ ഇരുന്നരുളുവാനുള്ള സ്ഥലമാണത്. ദിവസേന ഒരിക്കലെങ്കിലും എനിക്ക് കാണത്തക്കവണ്ണം അവിടെ ഇരുന്നരുളുക. ഹരിനാരായണന് നമസ്കാരം. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതുമർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമഃ. അല്ലയോ ഭഗവാൻ, ഞാനിതാ സത്യം പറയുന്നു. എൻ്റെ ഭൃത്യന്മാർ തുടങ്ങിയ പരിവാരങ്ങളെയും പണം, ഭാര്യ, വീട്, പുത്രൻ തുടങ്ങിയ സമ്പത്തുക്കളെയും ബന്ധുക്കളെയുമെല്ലാം പൂർണ്ണമായും അങ്ങയിൽ സമർപ്പിച്ചിട്ട് ഞാനും ഇതാ അങ്ങയുടെ കാലടികളെ ശരണം പ്രാപിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. ലത്വം കലർന്നിതു ലകാരത്തിനപ്പരിജു തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. സംസ്കൃത ഭാഷയിൽ ല എന്ന അക്ഷരത്തിന് ള എന്ന ഉച്ചാരണം വന്നുചേരുന്നു. സത്യം വിചാരം ചെയ്തറിഞ്ഞാൽ പരമാത്മാവിന് വന്നുചേർന്ന ഈ ജീവഭാവം അതുപോലെയേ കരുതാനുള്ളൂ. സമാധിയിൽ ജ്വലിക്കുന്ന മണിദീപം പോലെ പരമാത്മസ്വരൂപം കൈക്കൊണ്ട് ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവൻ ഹരിനാരായണനായ അങ്ങേക്ക് നമസ്കാരം. സമാധിയിൽ ജ്വലിക്കുന്ന മണിദീപം പോലെ പരമാത്മസ്വരൂപം കൈക്കൊണ്ട് ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവൻ ഹരിനാരായണനായ അങ്ങേക്ക് നമസ്കാരം. സമാധിയിൽ ജ്വലിക്കുന്ന മണിദീപം പോലെ പരമാത്മസ്വരൂപം കൈക്കൊണ്ട്
ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവൻ ഹരിനാരായണനായ അങ്ങയ്ക്ക് നമസ്കാരം. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനമിത് കൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. ഇതു കേൾക്കതാനിതൊരു മൊഴിതാൻ പഠിപ്പവനും പതിയാ ഭവാംബുധിയിൽ നാരായണായ നമഃ. മതം, മത്സരം തുടങ്ങിയ ദോഷങ്ങൾ ഉള്ളിൽ നിന്നും അകറ്റാൻ ലോകം ഈ കീർത്തനം പാടി ഭഗവാനെ വാഴ്ത്തട്ടെ. നമുക്കും അത് മോക്ഷമാർഗം തെളിക്കും. ഈ സ്തുതി ചൊല്ലിക്കേൾക്കുകയോ ഇതിലെ ഒരു പദ്യമെങ്കിലും കാണാതെ പഠിക്കുകയോ ചെയ്യുന്നവനും സംസാര സമുദ്രത്തിൽ മുങ്ങി ദുഃഖിക്കുകയില്ല. നാരായണന് നമസ്കാരം. ഒരുമിച്ച് കീർത്തനം ആലപിക്കുന്നവർക്ക് താഴെ ചേർക്കുന്ന പദ്യം പല്ലവിയായി ആവർത്തിക്കാവുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.